വയനാട് ദുരന്തം ഉണ്ടായതു മുതൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയ തോതിൽ കലുഷിതമാകുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിലൂടെ പുറത്തുവരുന്നത്. യഥാർത്ഥത്തിൽ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താനും അവർക്കിടയിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും കേന്ദ്ര സർക്കാർ വലിയ തോതിൽ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങളും വളരെ ശക്തമാണ്. യഥാർത്ഥത്തിൽ കേരള സർക്കാരിനെതിരെ ഇവർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമായ പശ്ചാത്തലത്തിലാണ് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ശാസ്ത്രജ്ഞരെ സമീപിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ന്യൂസ് വാർത്താ വെബ്സൈറ്റ് പുറത്തുവിട്ടത്. ആധികാരികമായി പുറത്തുവിട്ട റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ലോക്സഭയിൽ ഇതിനുമായി ബന്ധപ്പെട്ട് വിഷയം രാജ്യസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് വി ശിവദാസൻ എം പി അടിയന്തര നോട്ടീസ് നൽകിയിരിക്കുകയാണ്. റൂൾ 267 പ്രകാരമാണ് വി ശിവദാസൻ എം പി നോട്ടീസ് നൽകിയിരിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരങ്ങളാണ് ഈ സമയത്ത് പുറത്തുവരുന്നത്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധിയായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ അടക്കമുള്ളവർ വലിയ തോതിൽ പുറത്തേക്ക് പറത്തിവിട്ടിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര വനമന്ത്രിയായിരുന്ന ഭൂപേഷ് യാദവ് അടക്കമുള്ളവർ വലിയ തോതിൽ കേരളത്തെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും തരത്തിലുള്ള നിലപാടുകളാണ് ഇവർ സ്വീകരിച്ചത്. കേരള സർക്കാരിനെ പരമാവധി മൂക്കുമുട്ടിച്ച് അല്ലെങ്കിൽ കൂപ്പുകുത്തിക്കാൻ രാഷ്ട്രീയമായ വിരോധം കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നതെന്ന് പൊതുവിലുള്ള നിരീക്ഷകർ വിലയിരുത്തുന്നു. വയനാട് ദുരന്തത്തിന് കാരണം കേരള സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണെന്ന് സ്ഥാപിക്കുന്ന ലേഖനങ്ങളും റിപ്പോർട്ടുകളും കെട്ടിച്ചമയ്ക്കാനായിട്ട് സന്നദ്ധരായ വിദഗ്ധർക്കായി കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം ശ്രമം തുടങ്ങിയെന്നുള്ള എക്സ്ക്ലൂസീവായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇതിനായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB വഴി പരിസ്ഥിതി മന്ത്രാലയം നടത്തിയ ഇടപെടലുകൾ സംബന്ധിച്ച റിപ്പോർട്ട് ഓൺലൈൻ മാധ്യമമായ ദി ന്യൂസ് മിനിറ്റാണ് പുറത്തുവിട്ടത്. പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശാനുസരണം കേരളത്തിനെതിരെ റിപ്പോർട്ടുകൾ ചമയ്ക്കാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും മാധ്യമപ്രവർത്തകരെയും സമീപിച്ചു എന്നാണ് റിപ്പോർട്ട്. എന്താണ് PIB? പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള വാർത്താവിനിമയ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണ ചുമതലയുള്ള ഒരു വിഭാഗമാണ്. PIB എന്ന് പറയുന്നത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്നത്. കേരളത്തിൽ ഇതിന് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടുമെല്ലാം ആസ്ഥാനങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാണ് പൂർണ്ണമായി കേരളത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമപ്രവർത്തകരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സംവിധാനമായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ ചില ഉദ്യോഗസ്ഥർ എന്നുള്ള വ്യക്തമായ വിവരങ്ങളും ഈ അടുത്തിടെ പുറത്തു വന്നിരുന്നു. കേരളത്തിൽ അനിയന്ത്രിതമായി പ്രവർത്തിക്കുന്ന കോറികളാണ് ദുരന്തത്തിന് കാരണമെന്ന മട്ടിൽ ലേഖനങ്ങളും റിപ്പോർട്ടുകളും തയ്യാറാക്കാനാണ് PIBയിലെ ചില ഉദ്യോഗസ്ഥർ വിദഗ്ധരോട് ആവശ്യപ്പെട്ടത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്ധമായ രാഷ്ട്രീയ വിരോധത്തോട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരോധത്തോട് കേരളത്തിനോടുള്ള അന്ധമായ വിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അത് PIBയെ തന്നെ ഉപയോഗിച്ച് നടത്തുന്നതിനെതിരെയാണ് വലിയ തോതിൽ വിമർശനം ഉണ്ടായിരിക്കുന്നത്. വിദഗ്ധർക്ക് അതിന് സഹായകമായ വിവരങ്ങളടങ്ങിയ ഫയലുകൾ PIB കൈമാറുകയും ചെയ്തു എന്ന് ദി ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടുകൾ കെട്ടിച്ചമയ്ക്കാൻ PIB സമീപിച്ച 3 വിദഗ്ധരുമായി ദി ന്യൂസ് മിനിറ്റ് വാർത്താ സംഘം സംസാരിച്ചു. കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ നിഴൽ യുദ്ധത്തിൽ പങ്കാളിയാകാൻ താല്പര്യമില്ല എന്നാണ് ഒരു വിദഗ്ധൻ പ്രതികരിച്ചത്. കേരളത്തിൻ്റെ വീഴ്ചകൾ വ്യക്തമാക്കുന്ന ആധികാരിക രേഖകളുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ കേന്ദ്രം തയ്യാറാകണം. അതിന് തയ്യാറാകാതെ നിഴൽ യുദ്ധത്തിലൂടെ കേരള വിരുദ്ധ വികാരമുണ്ടാക്കാൻ നോക്കുന്നത് ശരിയല്ല എന്നും ഈ വിദഗ്ധൻ പറഞ്ഞതായിട്ടാണ് ദി ന്യൂസ് മിനിറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കേന്ദ്രം നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് കേരള ദുരന്തത്തിന് കാരണമായതെന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ പാർലമെൻറ്റിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കേന്ദ്രം റെഡ് അലർട്ട് നൽകിയില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ തെളിവ് പുറത്തുവിട്ടതോടെ അമിത്ഷായുടെ ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് തെളിയുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ വലിയ തോതിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. ദുരന്തത്തിന് കാരണം അനധികൃത ഖനനവും കുടിയേറ്റവുമാണെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ആരോപിച്ചിരുന്നു. വയനാട് ദുരന്തത്തിൽ നിന്ന് കരകയറാൻ കേരളം ഒറ്റക്കെട്ടായി പരിശ്രമിക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയ വൈരം തീർക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇത് തീർത്തും ലജ്ജാകരമായ ഒരു കാര്യമാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിവരങ്ങൾ പുറത്തു വന്നതോട് കൂടിയിട്ടാണ് വി ശിവദാസൻ എം പി അടിയന്തര പ്രമേയത്തിന് ഇപ്പോൾ നിലവിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാജ്യസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഈ നോട്ടീസിന് വലിയ പ്രാധാന്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. കാരണം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ
അതിൻ്റെ ഉള്ളിൽ സംഭവിച്ച ഒരു വലിയ ദുരന്തത്തെ നേരിടാൻ സൈന്യവും പോലീസും ഫയർഫോഴ്സും ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും എല്ലാ ഏജൻസികൾക്ക് പുറമെ പൊതുജനങ്ങളും വലിയ തോതിൽ തത്രപ്പാട് നടത്തി പണം കണ്ടെത്താനും പണം സമാഹരിക്കാനുമുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഇതിനിടയിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. അന്ധമായ സംഘപരിവാറിൻ്റെ ഈ വിരോധം, കേന്ദ്രത്തിൻ്റെ BJP സർക്കാരിൻ്റെ NDAയുടെ ഈ വിരോധത്തിനെതിരെ കേരളത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. അവർക്ക് പ്രതികാരം കാണിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം വരുമ്പോഴല്ല അവർ കാണിക്കേണ്ടത്. രാഷ്ട്രീയപരമായ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം നീക്കങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത്. ദി ന്യൂസ് മിനിറ്റ് പുറത്തുവിട്ട വാർത്തകൾ പുറത്തു വന്നതോടുകൂടി ഈ സംഭവത്തെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെ ഈ സംഭവം ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു അട്ടിമറിക്കാണ് ഇവിടെ നീക്കം നടന്നിരിക്കുന്നതെന്നുള്ള ആരോപണവും ആക്ഷേപവും ശക്തമായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ യഥാർത്ഥ വസ്തുത പുറത്തുവിട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 2018 പ്രളയമുണ്ടായ കാലഘട്ടത്തിലടക്കം നമ്മളോട് പട്ടാളത്തെ വിട്ടു നൽകിയതിനും അന്ന് അനുവദിച്ച സൗജന്യ റേഷൻ്റെ പണം പിരിച്ചു വാങ്ങിയതിലും ഒക്കെ കടുത്ത അമർഷവും വിമർശനവും എല്ലാം ഇന്നും കേരളീയനായ മലയാളിക്കുണ്ട്. ഈ ഘട്ടത്തിൽ വീണ്ടും വയനാട്ടിലേക്ക് ഇത്തരത്തിൽ ദുരന്തം പെയ്തിറങ്ങിയിട്ടും ആ നാടിനോട് കാണിക്കുന്ന അസഹിഷ്ണുതയും വിരോധത്തെയും നമുക്ക് കാണാൻ കഴിയുന്നത് തികഞ്ഞ അന്ധമായ രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്നാണ്